സീമ സിൽക്സ്, പുളിയന്മല റോഡ്, കട്ടപ്പന. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര, ദ ബിഗ് സ്റ്റോറി. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചേ? ഇത് പപ്പയുടെ തലവരെ മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇത് എന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സിറ്റി വിഷൻ ഇമ്പാക്ട്. ഉടുമ്പൻചോല മാൻകുത്തിമേട്ടിലെ കാരവാൻ പാർക്ക് ഉടമയ്ക്കെതിരെ ക്രിമിനൽ കേസെടുക്കാൻ നിർദ്ദേശം. ഇടുക്കി ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം. FIR രജിസ്റ്റർ ചെയ്ത് കളക്ടറെ അറിയിക്കാൻ നിർദ്ദേശം. വിവാദങ്ങളും കാത്തിരിപ്പും അവസാനിക്കുന്നു. ഭൂപതിവ് ചട്ട ഭേദഗതി കരടിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം അംഗീകാരം നൽകി. പെരുമാറ്റച്ചട്ടം മാറിയാൽ ചട്ടം നിലവിൽ വരും. സ്കൂളിലെത്താൻ ഗതാഗതയോഗ്യമായ റോഡില്ല. വഴിയിൽ വന്യമൃഗശല്യവും ഭീതിയോടെയുമാണ് കുരുന്നുകളുടെ സ്കൂളിലേക്കുള്ള യാത്ര. പണിക്കൻകുടി ചെമ്പകപ്പാറ റോഡിലൂടെ വിദ്യാർത്ഥികളുടെ ദുരിതയാത്ര. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലിക്ക് സമീപം വാഹനാപകടത്തിൽ ഒരാൾക്ക് പരിക്ക്. കാറും KSRTC ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാർ യാത്രികന് പരിക്ക്. വിശദമായ വാർത്തകളിലേക്ക്. സിറ്റി വിഷൻ ഇമ്പാക്ട്. ഉടുമ്പൻചോല മാൻകുത്തിമേട്ടിലെ കാരവാൻ പാർക്ക് ഉടമയ്ക്കെതിരെ ക്രിമിനൽ കേസെടുക്കാൻ നിർദ്ദേശം. ഇടുക്കി ജില്ലാ കളക്ടർ ഇത് സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. FIR രജിസ്റ്റർ ചെയ്ത് കളക്ടറേറ്റിൽ അറിയിക്കണമെന്നാണ് കളക്ടറുടെ നിർദ്ദേശം. സിറ്റി വിഷൻ ഇമ്പാക്ട്.
സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിൽ വീണ്ടും അനധികൃതമായി പ്രവേശിച്ച റവന്യൂ വകുപ്പ് സീൽ ചെയ്തിരുന്ന കാരവാനുകൾ വീണ്ടും തുറന്നു പ്രവർത്തിപ്പിച്ചത് കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ അടക്കം ഇടപെടലിൽ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് ഉടുമ്പൻചോല LR തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള സംഘം നേരിട്ടെത്തി വീണ്ടും സീൽ ചെയ്യുകയും ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. കോടതി ഉത്തരവ് ലംഘിച്ച് കാരവാൻ പാർക്ക് അനധികൃതമായി പ്രവർത്തിപ്പിക്കുന്നത് സിറ്റി വിഷനാണ് പുറത്തുവിട്ടത്. തുടർന്നായിരുന്നു റവന്യൂ വകുപ്പിന്റെ നടപടികൾ ഉണ്ടായതും. ഇതിന് പിന്നാലെയാണ് നിലവിൽ കാരവാൻ പാർക്ക് ഉടമയ്ക്കെതിരെ ക്രിമിനൽ കേസെടുക്കുവാൻ ഇടുക്കി ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് സർക്കാർ ഭൂമിയിൽ അനധികൃതമായി പ്രവേശിക്കുകയും ഒപ്പം സർക്കാർ ഏറ്റെടുത്ത് സീൽ ചെയ്ത കാരവാനുകൾ അനധികൃതമായി തുറക്കുകയും ചെയ്തത് കോടതിയലക്ഷ്യ നടപടിയാണ്. അതിനാലാണ് ക്രിമിനൽ കേസ് എടുക്കുവാൻ കളക്ടറുടെ നിർദ്ദേശം. ഉടുമ്പൻചോല പോലീസ് സ്റ്റേഷനിൽ FIR ഇട്ടതിനു ശേഷം നടപടികൾ കൃത്യമായി ജില്ലാ കളക്ടറെ അറിയിക്കണമെന്നാണ് നിർദ്ദേശം. സിറ്റി വിഷൻ, ഉടുമ്പൻചോല. വിവാദങ്ങളും കാത്തിരിപ്പും അവസാനിക്കുന്നു. ഭൂപതിവ് ചട്ട ഭേദഗതി കരടിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം അംഗീകാരം നൽകി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ചട്ടം നിലവിൽ വരും. പട്ടയഭൂമിയിലെ കെട്ടിടങ്ങൾ ക്രമപ്പെടുത്തുന്നതിനൊപ്പം ക്വാറികൾക്കും അംഗീകാരം ലഭിക്കുന്നതാണ് ചട്ട ഭേദഗതി. ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുകെട്ടിടങ്ങൾ എന്നിവ പരിശോധനയ്ക്ക് ശേഷം ഫീസില്ലാതെ ക്രമപ്പെടുത്തുവാനും കരടിൽ നിർദ്ദേശമുണ്ടെന്നാണ് സൂചന. പട്ടയഭൂമിയിലെ 1500 ചതുരശ്ര അടി വരെയുള്ള വീട്, കടമുറി തുടങ്ങിയവ ഫീസില്ലാതെ ക്രമപ്പെടുത്തുവാൻ റവന്യൂ വകുപ്പ് തയ്യാറാക്കിയ ഭൂപതിവ് ചട്ട ഭേദഗതിയുടെ കരട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം അംഗീകരിച്ചു. കൃഷിക്കായി പതിച്ചു നൽകിയ സ്ഥലത്ത് നിർമ്മിച്ച വീടുകളും ക്രമപ്പെടുത്തും. അപേക്ഷിച്ചാൽ 90 ദിവസത്തിനകം പരിശോധനയില്ലാതെ ക്രമപ്പെടുത്തി നൽകുന്ന തരത്തിലാകും ചട്ട ഭേദഗതി. ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുകെട്ടിടങ്ങൾ എന്നിവ പരിശോധനയ്ക്ക് ശേഷം ഫീസില്ലാതെ ക്രമപ്പെടുത്തും. വലിയ വ്യാപാര സ്ഥാപനങ്ങൾ പരിശോധനയ്ക്ക് ശേഷം ഫീസ് വാങ്ങി ക്രമപ്പെടുത്തി നൽകുവാൻ സർക്കാരിന് അധികാരമുണ്ടാകും. 10,000 ചതുരശ്ര അടി വരെയുള്ള കെട്ടിടങ്ങൾ ക്രമപ്പെടുത്തുവാൻ കളക്ടർക്ക് ഉൾപ്പെടെ അധികാരമുണ്ട്. പഞ്ചായത്ത് പ്രദേശങ്ങളിലെ ഭൂമി പതിച്ചു നൽകുന്ന 1964 ചട്ടങ്ങൾ, നഗരപ്രദേശങ്ങളിൽ ഭൂമി പതിച്ചു നൽകുന്ന 1995 ചട്ടങ്ങൾ, 1977 ജനുവരി 1 മുമ്പ് വനഭൂമിയിൽ നടത്തിയ കുടിയേറ്റം ക്രമീകരിക്കുന്ന 1993 ചട്ടങ്ങൾ എന്നിവയിലാണ് പ്രധാനമായും ഭേദഗതി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പെരുമാറ്റച്ചട്ടം നീങ്ങിയതിനു ശേഷം ഭേദഗതിയുടെ കരട് മന്ത്രിസഭാ യോഗം പരിഗണിക്കും. പട്ടയഭൂമികളിൽ പ്രവർത്തിച്ചിരുന്ന ക്വാറികൾക്കും പ്രവർത്തനാനുമതി നൽകുവാൻ ഭേദഗതിയിൽ വ്യവസ്ഥയുണ്ട്. 65 ക്വാറികളാണ് പട്ടയഭൂമികളിൽ പ്രവർത്തിച്ചിരുന്നത്. ഹൈക്കോടതി വിധിയെ തുടർന്നാണ് ഇവ പ്രവർത്തനം നിർത്തിവെച്ചത്. അതേസമയം പുതിയ ക്വാറികൾ ആരംഭിക്കുവാൻ അനുവാദം നൽകാനാവില്ല. പതിച്ചുകൊടുത്ത ആവശ്യത്തിനല്ലാതെ ഭൂമി വിനിയോഗിക്കാൻ പാടില്ലെന്ന 2010 മൂന്നാർ മേഖലയെ സംബന്ധിച്ച ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിന്യായമാണ് ചട്ട ഭേദഗതിയിലേക്ക് നയിച്ചത്. ന്യൂസ് ഡെസ്ക്, സിറ്റി വിഷൻ. 64 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് കേരളത്തിൽ ഭൂപതിവ് നിയമത്തിൽ ഒരു ഭേദഗതി വരുന്നത്. വലിയ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിയൊരുക്കിയത് കൂടിയാണ് സംസ്ഥാനത്തെ ഭൂനിയമ ഭേദഗതി. കോടതി ഇടപെടലിൽ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു നീക്കേണ്ട സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ നിയമ ഭേദഗതി എന്ന നിലപാടിലേക്ക് എത്തുന്നത്. 1960 നിയമവും 64 ചട്ടപ്രകാരവും പതിച്ചു നൽകിയ പട്ടയഭൂമിയിൽ വീട് വയ്ക്കുന്നതിനും കൃഷി ആവശ്യങ്ങൾക്കും മാത്രം ഉപയോഗിക്കുന്നതിനാണ് അനുമതിയുള്ളത്. എന്നാൽ 64 ശേഷം കേരളത്തിലുണ്ടായ വികസനങ്ങളിൽ നിരവധി സ്ഥാപനങ്ങളും മറ്റ് നിർമ്മാണങ്ങളും ഇതേ പട്ടയഭൂമിയിലുണ്ടായി. ഇതെല്ലാം നിയമപരമായി അനധികൃതമായി മാറുകയും കോടതി ഇത് ചോദ്യം ചെയ്യുകയും ചെയ്തു. കേരളത്തിലെ 40 ലക്ഷത്തോളം വരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അനധികൃതമായി മാറുകയും കോടതി ഇടപെടലും ഉണ്ടായതോടെയാണ് സംസ്ഥാന സർക്കാർ ഭൂനിയമ ഭേദഗതി ചെയ്യുവാൻ തീരുമാനിക്കുന്നത്. 2023 സെപ്റ്റംബർ 14 ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കി. എന്നാൽ സഭയിൽ ഭരണ പ്രതിപക്ഷം ഒന്നിച്ചു നിന്ന് ബില്ല് പാസാക്കി. പിന്നീട് നിയമസഭയിൽ നിന്ന് പുറത്തെത്തിയ പ്രതിപക്ഷം ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തി. ക്രമവൽക്കരണം മാത്രമാണ് ബില്ല് ലക്ഷ്യം വെക്കുന്നതെന്നും ക്രമവൽക്കരണത്തിലൂടെ ഉയർന്ന ഫീസ് ഈടാക്കി പണമുണ്ടാക്കാനാണ് സർക്കാർ നീക്കമെന്നും പ്രതിപക്ഷം ആരോപണമുന്നയിച്ചു. ബില്ല് കത്തിച്ച് പ്രതിഷേധിച്ചു. ഇടുക്കിയിലെ കർഷക സംഘടനകളും ബില്ലിനെതിരെ രംഗത്തെത്തി.
ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് ബില്ലിൽ ഒപ്പിടരുതെന്ന് കാണിച്ച ഗവർണറെ നേരിൽ കണ്ട ആശങ്കയറിയിച്ചു. നിയമസഭ പാസാക്കിയ ബില്ല് ഒപ്പിടാതെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാസങ്ങൾ തടഞ്ഞുവെച്ചു. ഒടുവിൽ ഗവർണർ ബില്ലിൽ ഒപ്പിടാൻ നിർബന്ധിതനായി. ഗവർണർ ഒപ്പുവെച്ച ബില്ല് നിയമമായെങ്കിലും പിന്നീടുള്ള ചട്ടരൂപീകരണവും നീണ്ടു. ഇതും സർക്കാരിനെതിരെയുള്ള ആയുധമാക്കി പ്രതിപക്ഷം രംഗത്തെത്തി. ഇതിനെയെല്ലാം മറികടന്നാണ് നിലവിൽ ചട്ടത്തിന്റെ കരട് പൂർത്തിയാക്കി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അംഗീകാരം നൽകിയിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പെരുമാറ്റച്ചട്ടം മാറുന്നതോടെ ചട്ടഭേദഗതിയിൽ അന്തിമ തീരുമാനം അറിയാൻ കഴിയും. സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാക്ക് പാലിച്ചുവെന്നാണ് ഇടത് നേതാക്കളുടെ പ്രതികരണം. നാട്ടിലെ ജനങ്ങളുടെ വിഷയങ്ങൾ മനസ്സിലാക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടുക്കിയിലെ ജനങ്ങൾക്ക് നൽകിയ, വിശേഷിച്ചും മലയോര കുടിയേറ്റ കൃഷിക്കാർക്ക് നൽകിയ വാഗ്ദാനമാണ് ഇതിലൂടെ നടപ്പിലാക്കിയിട്ടുള്ളത്. കേരളത്തിലെ ഗവൺമെന്റിനെയും അതിനോടൊപ്പം തന്നെ ഇതിന് മുൻകൈ എടുത്ത, ധീരമായ നിലപാട് സ്വീകരിച്ച പ്രിയപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി സഖാവ് കെ രാജൻ. സിറ്റി വിഷൻ, രാജാക്കാട്. സ്കൂളിലെത്താൻ ഗതാഗതയോഗ്യമായ റോഡില്ല. വഴിയിൽ വന്യമൃഗശല്യവും. ഭീതിയോടെയാണ് കുരുന്നുകളുടെ സ്കൂളിലേക്കുള്ള യാത്ര. പണിക്കൻകുടി ചെമ്പകപ്പാറ റോഡ് നിർമ്മിക്കാത്തതിനാലാണ് വിദ്യാർത്ഥികൾ ദുരിതത്തിലായത്. റോഡ് നിർമ്മാണത്തിന് ഗ്രാമപഞ്ചായത്ത് അംഗം തടസ്സം നിൽക്കുന്നതായും പ്രദേശവാസികൾ പറയുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ റോഡ് നിർമ്മിക്കുന്നതിന് എത്തിയെങ്കിലും വനം വകുപ്പ് എത്തി ഇതും തടഞ്ഞു. ഞാൻ GHS പെരിഞ്ചാംകുട്ടിയിലാണ് പഠിക്കുന്നത്. ഇവിടെ വഴിപണിക്ക് വഴിയൊന്നും നല്ലതല്ല. ഇപ്പം മഴയത്തൊന്നും വണ്ടിയൊന്നും കയറത്തില്ല. ആശുപത്രി കാര്യങ്ങൾക്കൊന്നും വഴിയൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ പാമ്പും പന്നിയൊക്കെ ഞങ്ങൾ ഓടിക്കാറുണ്ട്. കൊന്നത്തടി പഞ്ചായത്തിൽപ്പെടുന്ന പണിക്കൻകുടി കുരിശെങ്കൽ തോപ്പിൽപ്പടി വഴി ചെമ്പകപ്പാറയിലെത്തുന്ന റോഡാണ് കാൽനട യാത്രയ്ക്ക് പോലും കഴിയാത്ത തരത്തിൽ കിടക്കുന്നത്. 50 വർഷത്തിലധികം പഴക്കമുള്ള റോഡിന് 5 കിലോമീറ്ററിലധികം ദൂരമുണ്ട്. എന്നാൽ പല ഘട്ടങ്ങളിലായി റോഡ് കോൺക്രീറ്റ് നടത്തിയെങ്കിലും കേവലം 360 മീറ്റർ മാത്രമാണിപ്പോൾ മൺപാതയായി അവശേഷിക്കുന്നത്. ചെങ്കുത്തായ കയറ്റിറക്കങ്ങളുള്ള ഇവിടെ കാൽനടയാത്ര പോലും ദുഷ്കരമാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് പ്രദേശവാസികൾ സംഘടിച്ച് ജനകീയമായി റോഡ് നിർമ്മിക്കുവാനെത്തിയത്. എന്നാൽ ഇത് വനം വകുപ്പ് തടഞ്ഞു. വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെ ഉൾപ്പെടെ പരാതിയുള്ളതിനാൽ റോഡ് നിർമ്മിക്കുവാൻ കഴിയില്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. എന്നാൽ വിദ്യാർത്ഥികൾക്ക് ഇതുവഴി കാൽനട യാത്ര പോലും സാധ്യമല്ലെന്നും അപകടകരമായ സാഹചര്യത്തിൽ യാത്ര ചെയ്യുമ്പോൾ വന്യമൃഗാക്രമണം ഉൾപ്പെടെ ഉണ്ടാകുന്നതായും വിദ്യാർത്ഥികൾ പറഞ്ഞു. ചെമ്പപ്പാറ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ വഴി കൂടെ പോകാനും നടക്കാനും ഒന്നും പറ്റത്തില്ല. വന്യമൃഗങ്ങളും കാട്ടുപന്നിയും കുരങ്ങന്മാരൊക്കെയാണ്. നടക്കാനൊന്നും പറ്റത്തില്ല. വണ്ടി വരാൻ സൗകര്യമില്ല. റവന്യൂ വകുപ്പിന്റെ ഭൂമിയിലൂടെ കടന്നു പോകുന്നതാണ് ഈ റോഡ്. എന്നാൽ വനംവകുപ്പിനാണ് സംരക്ഷണ ചുമതല. റോഡ് നിർമ്മിക്കുന്നതിന് DFO മൗനാനുവാദം നൽകിയിരുന്നു. എന്നാൽ മേഖലയിലെ പഞ്ചായത്ത് മെമ്പർ റെജിമോൻ ഇടിയാക്കുന്നിൽ റോഡ് നിർമ്മാണത്തിന് തടസ്സം നിൽക്കുന്നതായി പ്രദേശവാസികൾ ആരോപിച്ചു. പഞ്ചായത്ത് മെമ്പർ പറഞ്ഞത് 5 ലക്ഷം രൂപ അല്ലേ, 5 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും അത് പണി തുടങ്ങുന്നതിന് ആവശ്യമായ കുറേ മിറ്റിലും മണലും സിമെൻറ്റും ഇവിടെ എത്തിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതനുസരിച്ച് അവർ നാട്ടുകാരെല്ലാം കൂടി പണി ആരംഭിക്കുവാൻ തീരുമാനിച്ച സമയത്ത് ഈ റോഡിനല്ല ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്, ഇത് ഇവിടെ നിന്ന് പണിയാൻ പറ്റുകയില്ല എന്ന് പറയുകയും തർക്കബാധ ഉന്നയിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ആ ഫണ്ട് ഉപയോഗിച്ച് ഈ റോഡ് പണി നടക്കാത്ത സാഹചര്യം വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പം ആ പ്രദേശവാസികളെല്ലാം കൂടി കുറേ കാശ് സമാഹരിച്ച് ആവശ്യമായ മിറ്റിലും മണലും സിമെൻറ്റും വാങ്ങുന്നതിനുള്ള പണം സമാഹരിച്ച് ആ റോഡ് ശ്രമദാനമായി പണിയാൻ തീരുമാനമെടുത്തപ്പോൾ ഇതേ തുടർന്ന് ഇന്ന് സ്കൂൾ വിദ്യാർത്ഥികൾ വനം വകുപ്പ് സെക്ഷൻ ഓഫീസിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഇതേ തുടർന്ന് വെള്ളത്തൂവൽ പോലീസ് സ്ഥലത്തെത്തിയ ശേഷം ഗ്രാമപഞ്ചായത്ത് അംഗത്തെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ 30 മിനിറ്റിനുള്ളിൽ സ്ഥലത്തെത്താമെന്നും അറിയിച്ചു. എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും മെമ്പർ സ്ഥലത്തെത്തിയില്ല. ഇതേ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും മറ്റധികൃതരും തിങ്കളാഴ്ച സ്ഥലത്തെത്തി പരിഹാരം കാണണമെന്ന ഉറപ്പിന്മേലാണ് വിദ്യാർത്ഥികൾ പിരിഞ്ഞുപോയത്. സിറ്റി വിഷൻ, പണിക്കൻകുടി. മാവടി മഞ്ഞപ്പെട്ടി റോഡ് നിർമ്മാണം അശാസ്ത്രീയമെന്ന ആരോപണം. 6 കിലോമീറ്ററോളം ദൂരമുള്ള റോഡിൽ നടക്കുന്ന കോൺക്രീറ്റിംഗ് പ്രവർത്തനങ്ങളാണ് അശാസ്ത്രീയമായി നടക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് നിർമ്മാണ പ്രവൃത്തികൾ കഴിഞ്ഞ ദിവസം നിർത്തിവച്ചിരുന്നു. നെടുങ്കണ്ടം മഞ്ഞപ്പെട്ടി മാവടി റോഡിന്റെ ഈ നിർമ്മാണ പ്രവൃത്തിയാണ് നാട്ടുകാരെ പ്രകോപിപ്പിച്ചത്. ഉറവയുള്ള ഭാഗത്ത് ചെളിയും വെള്ളവും കെട്ടിക്കിടക്കുന്നതിന് മുകളിലാണ് കോൺക്രീറ്റിംഗ്.
6 കിലോമീറ്ററോളം ദൂരമുള്ള റോഡിന്റെ ചില ഭാഗങ്ങൾ നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയിരുന്നില്ല. ഈ ഭാഗങ്ങളാണ് ഇപ്പോൾ കോൺക്രീറ്റിംഗ് നടത്തുന്നത്. ചെളിവെള്ളത്തിൽ കോൺക്രീറ്റ് ഇട്ടതിനെ തുടർന്ന് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പണി നിർത്തിവെച്ചു. ഒരു സൈഡ് മൊത്തം വെള്ളം കിടക്കുന്നു. അതിന്റെ ഫോട്ടോ ഒക്കെ അടക്കം ഞങ്ങൾ എടുത്തു. അവിടെ ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ല. 1-2 പെൺപിള്ളേർ അവിടെ നിൽപ്പുണ്ട്. അവരോട് ചോദിച്ചത് ആരാ ഉത്തരവാദിത്തം, അവർക്കൊന്നും അറിയത്തില്ല. വെള്ളം കെട്ടി കിടക്കുന്നു. വളരെ അശാസ്ത്രീയമായിട്ട് വളരെ നിരുത്തരവാദിത്വപരമായിട്ട് അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ ശക്തമായി ഇന്നും അവിടെ വർക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ കോൺട്രാക്ടറെന്നോ അതിൻ്റെ വർക്കിൻ്റെ എന്താണെന്നോ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ആരൊക്കെയോ വന്ന് എന്തൊക്കെയോ ചെയ്യുന്നു. കുറേ ആൾക്കാർ വന്ന് കുറേ തൂമ്പായി വെച്ചിരിക്കുന്നു, മൂടുന്നു, പോകുന്നു. അങ്ങനെ വർക്കാണ് നടക്കുന്നത്. ഇതേസമയം അശാസ്ത്രീയതയൊന്നും ഇല്ലെന്നും നിർമ്മാണ പ്രവൃത്തികൾ തുടരുമെന്നാണ് PWD അധികൃതർ വ്യക്തമാക്കുന്നത്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലിക്ക് സമീപം വാഹന അപകടം. കാറും KSRTC ബസും കൂട്ടിയിടിക്കുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് അപകടം സംഭവിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ കാർ യാത്രികനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാതയിൽ അടിമാലി ഗ്യാസ് പടിക്ക് സമീപമാണ് അപകടം സംഭവിച്ചത്. അടിമാലി ഭാഗത്തു നിന്നും കോട്ടയം ചേർത്തലയ്ക്ക് പോകുകയായിരുന്ന ബസും മൂന്നാർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. കൊടുംവളവിൽ ഇരുവാഹനങ്ങളും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ കാർ യാത്രികനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാറിൽ 5 പേർ യാത്രക്കാരായി ഉണ്ടായിരുന്നതായാണ് വിവരം. അടിമാലി പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ഇരുവാഹനങ്ങളുടെയും മുൻഭാഗത്തിന് കേടുപാടുകൾ സംഭവിച്ചു. സിറ്റി വിഷൻ, അടിമാലി. ഇടവേള. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോൺ. കുടിയേറ്റ നാടായ രാജാക്കാട്ടിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്കടക്കം വിശ്രമിക്കുന്നതിനും തങ്ങുന്നതിനും രാജകീയമായ ഒരിടം. സ്കൈലൈൻ ഇൻ മിനി ആശുപത്രിക്ക് സമീപം രാജാക്കാട്. 3 നിലകളിലായി എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ വിശാലമായ മുറികൾ. AC, നോൺ AC മുറികൾ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം. ആധുനിക രീതിയിലുള്ള കിടക്കകൾ, വിനോദത്തിനായി LED ടിവികൾ, ഷെൽഫും മറ്റ് സൗകര്യങ്ങളും. പ്രകൃതി മനോഹാരിതയുടെ മടിത്തട്ടായ മണ്ണിൽ സുരക്ഷിതവും ആസ്വാദ്യകരവുമായി വിശ്രമിക്കുവാനും തങ്ങാനും ഇനി മറ്റൊരിടം തേടേണ്ട. സ്കൈലൈൻ ഉണ്ട് 24 മണിക്കൂറും നിങ്ങൾക്കായി രാജാക്കാട്ടിൽ. 38 വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിന് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. വീണ്ടും വാർത്തകളിലേക്ക്. അടിമാലി ടൗണിനോട് ചേർന്ന അപ്സരക്കുന്ന് ഭാഗത്ത് തലമാലി വെള്ളച്ചാട്ടത്തിന് കുറുകെ ഭഗവതിക്കുന്ന് മേഖലയിലേക്ക് പോകുന്ന പാലത്തിന് പുതിയ കൈവരികൾ സ്ഥാപിക്കണമെന്ന ആവശ്യം. പാലത്തിൽ നിലവിലുള്ള കൈവരികൾ ഉറപ്പില്ലാത്തതും മതിയായ സുരക്ഷ നൽകുന്നതുമല്ല. കൊച്ചുകുട്ടികൾ അടക്കം സഞ്ചരിക്കുന്ന പാലത്തിൽ അപകടം ഒഴിവാകും വിധം പുതിയ കൈവരികൾ സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. അടിമാലി ടൗണിനോട് ചേർന്ന അപ്സരക്കുന്ന് ഭാഗത്ത് തലമാലി വെള്ളച്ചാട്ടത്തിന് കുറുകെ ഭഗവതിക്കുന്ന് മേഖലയിലേക്ക് പോകുന്ന പാലത്തിലാണ് സുരക്ഷ ഉറപ്പുവരുത്താൻ പുതിയ കൈവരികൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. നിലവിൽ ഈ പാലത്തിൽ
ഇരുമ്പ് പൈപ്പുകൾ കൊണ്ട് കൈവിരി സ്ഥാപിച്ചിട്ടുണ്ട്. കാലപ്പഴക്കത്താൽ ചില ഭാഗം തകർന്നു കഴിഞ്ഞു. ഇവിടെ പ്രദേശവാസികൾ മരക്കമ്പുകൾ കെട്ടി താൽക്കാലിക സുരക്ഷയൊരുക്കി. ഇപ്പോഴുള്ള കൈവിരികൾ മതിയായ സുരക്ഷ നൽകുന്നതല്ലെന്നും അടിയന്തരമായി ഇവിടെ ഇരുമ്പ് പൈപ്പുകൾ കൊണ്ട് കൈവിരികൾ സ്ഥാപിക്കണമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. കുറേ ദിവസമായി ഈ പാലെങ്കിലും പൊളിഞ്ഞെടുക്കാനുണ്ട്. അത് ഞാൻ ആരോടും പറഞ്ഞില്ല. എൻ്റെ സന്തോഷത്തിന് എനിക്ക് എൻ്റെ പിള്ളേരെ പേടിച്ചിട്ട് ഞാനാണ് കമ്പൂണും ഞാൻ എൻ്റെ കെട്ടിയാനും കൂടിയാണ് കമ്പ് കെട്ടിയത്. അത് ആരെ കുറച്ചാക്കാനും ഒന്നുമില്ല. നമ്മുടെ ഈ പാലത്തിൻ്റെ കമ്പികൾ പോയിട്ട് വർഷങ്ങളായി. ഇതിൽ ഒരുപാട് കുഞ്ഞു പിള്ളേരും വലിയവരും പ്രായമായവരൊക്കെ പോകുന്ന ഒരു വഴിയാണ്. ഇപ്പോൾ മഴയായി ഒത്തിരി, ഇനിയിപ്പോൾ കാലവർഷങ്ങളാണ്. ഒരു പിള്ളേരും ഇപ്പോൾ ടൂറിസ്റ്റുകളെല്ലാം വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഈ ബന്ധപ്പെട്ട അധികാരികൾ വിദ്യാലയത്തിലേക്ക് കുട്ടികളടക്കം സഞ്ചരിക്കുന്നത് ഈ പാലത്തിലൂടെയാണ്. മഴക്കാലത്ത് പാലത്തിന് കീഴിലൂടെ അതിശക്തമായ വെള്ളമൊഴുക്ക് അനുഭവപ്പെടും. പാലം സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം പാറക്കെട്ട് നിറഞ്ഞ ഇടം കൂടിയാണ്. പ്രദേശത്തെ അപകട സാധ്യത കണക്കിലെടുത്ത് മതിയായ സുരക്ഷയൊരുക്കും വിധം പാലത്തിൽ പുതിയ കൈവിരികൾ സ്ഥാപിക്കാൻ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. സിറ്റി വിഷൻ, അടിമാലി. മറയൂർ കാന്തല്ലൂർ മേഖലയിൽ ജനവാസ മേഖലയിൽ കൃഷിനാശം വരുത്തി കാട്ടാനകൾ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ സ്ഥിതി തുടരുന്നതോടെ ആനകളെ ഓടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടാനകൾ വ്യാപക നാശം വരുത്തുന്ന സാഹചര്യത്തിലാണ് നടപടി. വനം വകുപ്പും ജനജാഗ്രതാ സമിതിയും സംയുക്തമായാണ് ഇടപെടൽ നടത്തുന്നത്. കാന്തല്ലൂരിലെ ജനവാസ മേഖലയിലും കൃഷിത്തോട്ടങ്ങളിലും തമ്പടിച്ച് കൃഷിനാശം വരുത്തി വരുന്ന കാട്ടാനകളെ തുരത്താനുള്ള ശ്രമം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുകയാണ്. വനംവകുപ്പിന്റെയും ജനജാഗ്രതാ സമിതിയുടെയും സംയുക്ത ഇടപെടലിലൂടെ ആനകളെ വനമേഖലയിലേക്ക് കടത്തിവിടാനുള്ള ദൗത്യമാണ് നടക്കുന്നത്. വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് ആനകളെ തുരത്താനുള്ള ശ്രമം നടക്കുന്നത്. ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടാനകൾ വ്യാപക നാശം വരുത്തുന്ന സാഹചര്യത്തിലാണ് നടപടി. പകൽ സമയങ്ങളിൽ കൃഷിത്തോട്ടങ്ങൾക്ക് സമീപം ഗ്രാൻഡീസ് മരങ്ങൾക്കിടയിൽ തമ്പടിക്കുന്ന കാട്ടാനകൾ രാത്രിയാകുന്നതോടെ കൃഷിസ്ഥലങ്ങളിൽ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നത് കർഷകർക്ക് വലിയ വെല്ലുവിളിയാകുന്നുണ്ട്. ആനകളെ പൂർണ്ണമായി ജനവാസ മേഖലയിൽ നിന്നും തുരുത്തി കർഷകരുടെ ആശങ്ക അകറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. സിറ്റി വിഷൻ, മൂന്നാർ. അന്തരിച്ച മുൻ INTUC ദേശീയ സെക്രട്ടറി PA ജോസഫിന്റെ 2ാം ചരമദിനാചരണത്തിന്റെ ഭാഗമായി KPW INTUCയുടെ നേതൃത്വത്തിൽ PA ജോസഫ് അനുസ്മരണം നടത്തി. INTUC സംസ്ഥാന സെക്രട്ടറി PR അയ്യപ്പൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്ന PA ജോസഫ് നിരവധിയായ യൂണിയനുകളിൽ പ്രവർത്തിച്ച് തൊഴിലാളി ക്ഷേമങ്ങൾക്ക് വേണ്ടിയാണ് തന്റെ ജീവിതം മാറ്റിവെച്ചിരുന്നത്. INTUC എന്ന തൊഴിലാളി സംഘടനയിലൂടെ അവസാന കാലഘട്ടത്തിൽ ദേശീയ സെക്രട്ടറി വരെയായിരുന്ന PA ജോസഫ് രോഗാവസ്ഥയിൽ 2023 ജൂൺ 6-നാണ് രാഷ്ട്രീയ ജീവിതത്തോടും തന്നെ നെഞ്ചോട് ചേർത്ത തൊഴിലാളി പ്രസ്ഥാനത്തോടും വിട പറഞ്ഞ് യാത്രയായത്. PA ജോസഫിന്റെ 2ാമത് ചരമദിനാനുസ്മരണമാണ് KPW യൂണിയൻ INTUCയുടെ നേതൃത്വത്തിൽ നടന്നത്. INTUC സംസ്ഥാന സെക്രട്ടറി PR അയ്യപ്പൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. തുടർന്ന് തങ്ങളുടെ പ്രിയ നേതാവിന്റെ ഛായാചിത്രത്തിനു മുൻപിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി. സംസ്ഥാനത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് ഏതാണ്ട് 13ഓളം യൂണിയനുകളുടെ നേതൃസ്ഥാനം ഏറ്റെടുത്ത് തോട്ടം മേഖലയിലും മറ്റ് ഇതര മേഖലയിലുമൊക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ച് നിരവധിയായ ആളുകളെ, ചെറുപ്പക്കാരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കൊണ്ടുവരികയും വളർത്തിയെടുക്കുകയൊക്കെ ചെയ്ത ബഹുമാന്യനായ ശ്രീ PA ജോസഫ് നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് 2 വർഷം തികയുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നതന്മാരായ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. KPW യൂണിയൻ വണ്ടിപ്പെരിയാർ ഓഫീസിൽ വെച്ച് നടന്ന അനുസ്മരണ യോഗത്തിൽ യൂണിയൻ മേഖലാ പ്രസിഡന്റ് M ഗണേശൻ അധ്യക്ഷനായിരുന്നു. കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം പ്രസിഡന്റ് രാജൻ കൊഴുവൻമാക്കൽ സ്വാഗതം ആശംസിച്ചു. KPW യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത്, കോൺഗ്രസ് വാളാടി മണ്ഡലം പ്രസിഡന്റ് ബാബു ആൻഡപ്പൻ, യൂണിയൻ നേതാക്കളായ SN ബിജു, N മഹേഷ്, ഷാൻ അരുവിപ്ലാക്കൽ, യൂത്ത് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം പ്രസിഡന്റ് N അഖിൽ, ചന്ദ്രൻ തുടങ്ങിയവർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഉപ്പുതറ.
മൂന്നാർ MG നഗറിൽ കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച കോൺക്രീറ്റ് ടാങ്കിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം. നിലവിൽ കാലപ്പഴക്കത്താൽ ഈ ടാങ്കിന്റെ വിവിധ ഭാഗങ്ങളിൽ ചോർച്ച രൂപം കൊണ്ടിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. ടാങ്ക് നിറഞ്ഞൊഴുകുന്ന വെള്ളവും ചോർച്ച രൂപം കൊണ്ടെടുത്തുകൂടി ഒഴുകുന്ന വെള്ളവും പ്രദേശത്തെ കുടുംബങ്ങൾക്ക് വെല്ലുവിളിയാകുന്നുവെന്നാണ് പരാതി. കുടിവെള്ള വിതരണത്തിനായാണ് MG നഗറിൽ വർഷങ്ങൾക്ക് മുമ്പ് കോൺക്രീറ്റ് ടാങ്ക് സ്ഥാപിച്ചത്. ഈ ടാങ്കിന്റെ ബലക്ഷമതയാണ് നിലവിൽ പ്രദേശത്തെ കുടുംബങ്ങൾക്ക് ആശങ്കയായി തീർന്നിട്ടുള്ളത്. കാലപ്പഴക്കത്താൽ ടാങ്കിന്റെ വിവിധയിടങ്ങളിൽ ചോർച്ച രൂപം കൊണ്ടിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഈ ഭാഗത്തുകൂടെ വെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ട്. കൂടാതെ ടാങ്ക് നിറഞ്ഞ് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നതും കുടുംബങ്ങൾക്ക് പ്രതിസന്ധിയാണ്. വെള്ളം സമീപത്തെ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നതിനൊപ്പം തുടർച്ചയായി വെള്ളം ഒഴുകിയാൽ മണ്ണിടിയുന്നതിനും കാരണമാകുമെന്ന ആശങ്ക കുടുംബങ്ങൾ പങ്കുവച്ചു. ഇത്രയും വലിയൊരു ടാങ്കിന് ഇത്രയും ജനങ്ങൾക്ക് വെള്ളം കൊടുക്കുന്ന ഈ പൈപ്പ് സംവിധാനം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം രാവിലെ വെള്ളം കൊടുക്കാൻ നേരം ഇട്ടിട്ട് വൈകുന്നേരം അത് കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഊരി വെക്കാവുന്ന പോലത്തെ ഒരു PVC പൈപ്പ് ഉപയോഗിച്ച് ഇതിന് വെള്ളം കൊടുക്കുന്നത്. ഒരു പശു തൊട്ടുവോ ഒരു മനുഷ്യൻ ചവിട്ടുവോ ചെയ്താൽ അത് ഫുള്ളായിട്ട് അപ്പം തന്നെ പൊട്ടിപ്പോകുന്ന ഒരു രീതിയിലാണ് ഇത് കിടക്കുന്നത്. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ് MG നഗർ. ടാങ്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അത് വലിയ ദുരന്തത്തിന് ഇടവരുത്തും. വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച കോൺക്രീറ്റ് ടാങ്കിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം കുടുംബങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു. സിറ്റി വിഷൻ, മൂന്നാർ. കാഴ്ച മറച്ചു നിന്നിരുന്ന കാടുകൾ വെട്ടി ശുചീകരണ പ്രവർത്തനം നടത്തി SMYM. ഉപ്പുതറ ക്വാർട്ടേഴ്സ് പടി മുതൽ സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂൾ വരെ യാത്ര ദുഷ്കരമാകും വിധം വഴിയരികിൽ നിന്നിരുന്ന കാടുപടലങ്ങളാണ് SMYM ഉപ്പുതറ ഫൊറോന എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ വെട്ടിത്തെളിച്ചത്. നൂറുകണക്കിന് കുട്ടികളും വാഹനങ്ങളും കടന്നുപോകുന്ന വഴിയരികിലാണ് കാടുപടലങ്ങൾ വളർന്നു നിന്നിരുന്നത്. SMYM ഉപ്പുതറ ഫൊറോന അസിസ്റ്റന്റ് വികാരി റവറന്റ് ഫാദർ അഖിൽ ഏറത്ത് പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. ഫൊറോന പ്രസിഡന്റ് ജൂലിയ തോമസ്, കിരൺ ജോസ്, ആൽബിൻ പുത്തൂർ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സിറ്റി വിഷൻ ഇമ്പാക്ട്. ഉടുമ്പൻചോല മാൻകുത്തിമേട്ടിലെ കാരവാൻ പാർക്ക് ഉടമയ്ക്കെതിരെ ക്രിമിനൽ കേസെടുക്കാൻ നിർദ്ദേശം. ഇടുക്കി ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം. FIR രജിസ്റ്റർ ചെയ്ത് കളക്ടറെ അറിയിക്കാൻ നിർദ്ദേശം. വിവാദങ്ങളും കാത്തിരിപ്പും അവസാനിക്കുന്നു. ഭൂപതിവ് ചട്ട ഭേദഗതി കരടിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം അംഗീകാരം നൽകി. പെരുമാറ്റച്ചട്ടം മാറിയാൽ ചട്ടം നിലവിൽ വരും. സ്കൂളിലെത്താൻ ഗതാഗതയോഗ്യമായ റോഡില്ല. വഴിയിൽ വന്യമൃഗശല്യവും ഭീതിയോടെയുമാണ് കുരുന്നുകളുടെ സ്കൂളിലേക്കുള്ള യാത്ര. പണിക്കൻകുടി ചെമ്പകപ്പാറ റോഡിലൂടെ വിദ്യാർത്ഥികളുടെ ദുരിതയാത്ര. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലിക്ക് സമീപം വാഹനാപകടത്തിൽ ഒരാൾക്ക് പരിക്ക്. കാറും KSRTC ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാർ യാത്രികന് പരിക്ക്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. അവധിക്കാലം ആഘോഷിക്കാം. സീമാസിൽ ഷോപ്പ് ചെയ്യാം. വെസ്റ്റേൺ ടോപ്പ്, ക്രോപ്പ് ടോപ്പ്, ഹുഡീസ്, ഓവർകോട്ട്, ഫ്രോക്സ്, അനാർക്കലീസ്, ജീൻസും ടോപ്പും സ്യൂട്ടും ട്രാക്ക് സ്യൂട്ടും 3/4 കട്ടപ്പന സീമാസിൽ വിലക്കുറവിൻ ആഘോഷം. അവധിക്കാലം കൊതിതീരും വരെ ഷോപ്പ് ചെയ്യാലോ. ലോകോത്തര ബ്രാൻഡുകൾ, പുതുപുത്തൻ കളക്ഷൻസ്. കട്ടപ്പന സീമാസിൽ ഉത്സവമേളം. ഇനി നാട്ടിലെത്തിയാൽ ഷോപ്പിംഗ് ഈസിയാ. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്.
ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇത് എന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി, അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.